ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് എന്നുള്ള വ്യൂ. അടുത്തത് ഇന്നോവ. എങ്ങനെ അതിന്റെ ഡീറ്റെയിൽ? അടുത്തത് 2013 മോഡൽ 14 രജിസ്ട്രേഷൻ വരുന്ന സെഡ് ഇന്നോവ ആണ്. ഏകദേശം 1,40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 1,40,000 ഓടിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നതാണ്. KL11 രജിസ്ട്രേഷൻ. കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അതിൻ്റെ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഡോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡീസൽ വണ്ടി. വണ്ടി ഡീസലാണ്. റീപ്ലേസ് കാര്യങ്ങൾ ചെറിയ റീപ്ലേസ് വണ്ടിക്ക് ഉണ്ട്. ബാക്കിലെ ഡിക്കി മാറിയതാണ്. ഷോറൂമിലുള്ളതാണ്. നമ്മളെ ഇതിലുള്ള വാഹനങ്ങൾ ആകെ ഈ ഒരു വണ്ടിക്ക് മാത്രമാണ് റീപ്ലേസ് എന്ന് പറയാനുള്ളത്. ഈ ഒരു വണ്ടിക്ക് ഡിക്കി റീപ്ലേസ് ആണ്. ഒറിജിനൽ കേരള വാഹനമാണ്. 1,40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വേറെ മേജർ വർക്കുകൾ നമ്മളൊന്നും എടുത്തിട്ടില്ല. ഡിക്കി കമ്പനി ഷോറൂമിൽ മാറിയതാണ്. ബോണറ്റ് വേറെ ഒന്നും പറ്റില്ല. കറക്റ്റ് പീരിയോഡിക് സർവീസിൽ വണ്ടിയാണ്. ഡിക്കി മാത്രം ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാര്യങ്ങൾ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റും കൂടിയാണ്. ഡിക്കി റീപ്ലേസ് ചെയ്യാതല്ല, കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓപ്പൺ ആയി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടയേഴ്സൊക്കെ അത്യാവശ്യം നൈസ് ടയറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് എത്രയാണ് പറഞ്ഞത്? നമ്മൾ 12 രൂപയാണ് ഇവിടെ ചോദിക്കുന്ന റേറ്റ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 12 lakh ഇതിൻ്റെ ആസ്കിംഗ് റേറ്റ്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അടുത്ത വണ്ടി ഹോണ്ട WRV 2018 മോഡൽ. 2018 മോഡൽ VX ഓപ്ഷൻ ആണ്. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ സൺറൂഫ് വരുന്ന വാഹനമാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 80,000 കിലോമീറ്റർ വണ്ടി ഓടി. 80,000 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഓടിയിട്ടുണ്ട്. ഇപ്പോൾ വെയിലാണ്, ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അടുത്ത്. അതാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. 2 ടയർ കുറച്ചൊരു കുറവുണ്ട്, ബാക്കിയൊന്നും കുഴപ്പമില്ല. ആണ് ഇതിൻ്റെ ഇന്റീരിയർ വരുന്നത്. അത്യാവശ്യം നീറ്റ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. ബാക്കിനുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഭാഗമായാലും. മെയിൻലി ഈ ഭാഗത്തേക്കാണ് സ്ക്രാച്ചസ് ഒക്കെ വരിക. ഒന്നും സ്ക്രാച്ചസോ ബെൻഡോ ഒന്നും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ്. ബാക്ക് ടയർ കുഴപ്പമില്ല, ഫ്രണ്ട് കുറച്ച് കുറവുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം, ഫ്രണ്ട് കുറച്ചൊരു കുറവുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ ആസ്കിങ്? നമ്മളിവിടെ 8,70,000 രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്വിഫ്റ്റ്. ഇത് 2017 മോഡൽ VXi ഓട്ടോമാറ്റിക് ഡിസയർ ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? 2017 മോഡൽ VXi ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയത്? ഏകദേശം 78 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വാഹനം. പെട്രോൾ ഡീസലാ? പെട്രോൾ VXi മിഡിൽ ഓപ്ഷൻ പെട്രോൾ. ഓക്കെ, VXi പെട്രോൾ ആണ് വരുന്നത്. എങ്ങനെ ചോദിക്കുന്ന റേറ്റ് എത്രയാണ് പറഞ്ഞത്? നമ്മളിവിടെ ചോദിക്കുന്നത് 5,85,000 രൂപയാണ് ചോദിക്കുന്നത്. 5,85,000. 5,85,000 ആസ്കിങ്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. ബ്രിഡ്സ്റ്റോണിൻ്റെ ടയേഴ്സൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ ടയർ, ഈ ഒരു കമ്പനീൻ്റെ. ഓക്കെ, അടുത്തതൊരു സ്വിഫ്റ്റ്. അത് 2017 മോഡൽ സ്വിഫ്റ്റ് VDI. ഏകദേശം 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കാണാനൊക്കെ ഓക്കെയാണ്. ഇൻഷുറൻസ് പുതിയതാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വാഹനം. 73 ഓടി. 73 ഓടി. നമ്മൾ ഈ കാണിച്ച ഇവിടുന്ന് കാണിച്ച ഓൾമോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഒക്കെ ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ. തേർഡിൽ ഒരു വണ്ടി അങ്ങനെ തേർഡിലുള്ളൂ. ബാക്കിയൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് മാത്രമേ വാഹനം നമ്മളുള്ളൂ. ഓണർഷിപ്പ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതെ അതെ, അതൊക്കെ ഫസ്റ്റ് മുതലുള്ള അത് ഫസ്റ്റ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ബാക്കിയൊക്കെ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അതും പിന്നെ ഈ ഒരു എക്സ്ക്രോസ് മാത്രം സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളൂ. ഈ ഒരു എക്സ്ക്രോസ് പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ജാസ്, അത് രണ്ടും വെച്ച് ബാക്കിയെല്ലാം ഓണർഷിപ്പ് ആണ്. ഓക്കെ, അതിപ്പോ എല്ലാവരും മൈൻഡിലേക്ക് അത് പറയാൻ ചെറുതായി. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ. ഇത് സെക്കൻഡ് അല്ലേ? ഇതും സെക്കൻഡ് ആണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് അല്ലേ? 2017 ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. ഈ ഒരു മോഡൽ ലാസ്റ്റ് ഇറങ്ങിയ ഡീസൽ വണ്ടിയാണ്. 2017 ഡിസംബർ അല്ലേ ലാസ്റ്റേക്ക് ഇറങ്ങിയ വണ്ടിയും കൂടിയാണിത്. അത്യാവശ്യം ഇന്റീരിയറൊക്കെ അത്യാവശ്യം നീറ്റാണ്, കുഴപ്പമില്ല. നോക്കിയാൽ കാണാം, അത്യാവശ്യം നീറ്റ് ഇന്റീരിയറൊക്കെ ആണ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബാക്ക് സൈഡും അത്യാവശ്യം നീറ്റാണ്, കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല, അപാകതകളൊന്നുമില്ല. ചെറിയ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ പിന്നെ
ഡീസൽ വണ്ടിയാണ്, ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. ഇതിൻ്റെ ബാക്ക് സൈഡ് ടയേഴ്സ് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. സ്ക്രാച്ച് നല്ലൊരു ഗ്രിപ്പുള്ള ഓൾമോസ്റ്റ് 90 അബോവ് ടയർ ഉണ്ട് ഇതിന്. ഇതിന് എത്രയാണ് ആസ്കിങ് റേറ്റ് പറഞ്ഞത്? നമ്മൾ 5,60,000 ആസ്കിങ് റേറ്റ്. ഓക്കെ, ഏകദേശം ഒരു 4-4.25 നമുക്ക് ലോണും വാങ്ങി കൊടുക്കാം. ലോൺ കയറും അല്ലേ? 4.25 വരെ ലോണും കയറുന്നതായിരിക്കും. നിലവിൽ വണ്ടികൾക്ക് എല്ലാത്തിനും ലോൺ കയറുന്ന ടൈപ്പ് അല്ലല്ലോ? എല്ലാം ലോൺ കയറുന്ന ടൈപ്പ്. ആകെ ഒരു വണ്ടി, ആ ഇന്നോവ മാത്രമേ ലോൺ കയറാം. അത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, അതിന് മാത്രമേ ലോൺ കയറാത്തത്. ഓക്കെ, അതിലേക്ക് നമ്മൾ എത്തിയില്ല. ഇനി അടുത്തത് നിസാൻ മൈക്ര, അത് സോൾഡ് ആയതാണ്. 2014 മോഡലാണ്. നമ്മളിപ്പോ സെയിലായതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അടുത്ത നിസാൻ 2018 മോഡല് നിസാൻ എക്സൽ ഓപ്ഷൻ ആണ്. ഓക്കെ, മൈക്ര. ഏകദേശം 98 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 98 അല്ലേ? 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാണുന്നില്ല. 93 കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ, നല്ല കോസ്റ്റ്ലി അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ പുതിയതാണ്. ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന്റെ ലൈറ്റ് നമ്മളിപ്പോ നിലവിൽ മാറിയതാണ്. ഇതുപോലെ ഫേഡിങ് ഉള്ളതുകൊണ്ട് ലൈറ്റ് മാറിയിട്ടുണ്ട്. ഈ ലൈറ്റ് മാറാൻ വെച്ചാണ്. റീപ്ലേസ് ചെയ്യണമെന്നല്ല, വേറെ ആക്ഷൻ വർക്ക് വേണമെന്നല്ല. ഇതും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, നമ്മൾ സാധനം കിട്ടാൻ. ഇതും കൂടി ചെയ്തിട്ട് ഈ ഒരു യെല്ലോയിഷ് വന്നിട്ടുണ്ട്. അപ്പൊ റീപ്ലേസ് ചെയ്താണ്. ഇതും കൂടി റീപ്ലേസ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുള്ളൂ. വണ്ടി ഏകദേശം 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ. അത്യാവശ്യം നീറ്റ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ സീറ്റ് കവേഴ്സ് ആണെങ്കിലും നല്ല കുഷ്യനിങ് ഒക്കെ ഉള്ള നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ നിന്ന് സ്ക്രാച്ചസോ കാര്യങ്ങളോ തുന്നു പൊട്ടോ അങ്ങനെ ഒന്നുമില്ല. നീറ്റ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അലോയ് വരുന്ന ടയറും കൂടിയാണ്. ടയേഴ്സിലൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയറാണ്. ഓൾമോസ്റ്റ് ഒരു 85-90 തന്നെ ടയേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡ് സ്ക്രാച്ചസോ ഒന്നും വരുന്നില്ല. ഉള്ള വണ്ടികളിൽ ഓൾമോസ്റ്റ് എല്ലാം സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് വണ്ടികളാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇതുവരെല്ലാം കാണിച്ചത്. ഓക്കെ, ഇതാണ് ഈ ഒരു വണ്ടിൻ്റെ ഡീറ്റെയിൽ. ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിരുന്നു ബ്രോ? പ്രൈസ് 4,75,000 രൂപ. 4,75 ഇതിന്റെ ആസ്കിംഗ് റേറ്റ്. ഓക്കെ, അടുത്തത് i20. 2017 മോഡൽ i20 അസ്റ്റ പെട്രോൾ വണ്ടി. ഓക്കെ, ഏകദേശം 80 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടയേഴ്സ് കുറച്ച് കുറവുണ്ട് അല്ലേ? ടയർ കുറച്ച് കുറവാണ്, മാറിയിട്ടില്ല. ബമ്പറും കാണുക, ചെറിയ ടച്ചപ്പും കാണുക ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടയർ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ? വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ്. ആ ഭാഗത്തേക്ക് ചെറിയ ഒരു സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, എങ്ങനെയാണ് ഇതിന് പ്രൈസ് ചോദിക്കുന്ന റേറ്റ്? 5 ലക്ഷം രൂപ. 5 ലക്ഷം റുപ്യാണ് ഇതിന്റെ. ഏകദേശം ഫുൾ ലോൺ കിട്ടുന്ന വാഹനം. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോണിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു വണ്ടിയും കൂടിയാണ് ഈ ഒരു i20. വേറെ മേജർ കംപ്ലൈൻസ് നിലവിൽ ഇപ്പൊ കണ്ട ടയർ ഒന്ന് റീപ്ലേസ് ചെയ്യണം. ടയർ കുറച്ച് കുറവാണ്, നമ്മൾ മാറിയിട്ടില്ല. അതെ, ടയർ കുറവാണ്. 4 വീക്കാണ്. അതെ, 4 വീക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ടയേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പോരായ്മ പറയാൻ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഓക്കെ, എത്രയാണ് ഈ ഒരു വണ്ടിന്റെ ഡീറ്റെയിൽ. അടുത്തത് 2019 മോഡല് കിയ. ഓക്കെ, HTK+ ആണ് ഓപ്ഷൻ. ഡീസൽ വേരിയന്റ്. ഡീസൽ വേരിയന്റ് ആണ്. 50 റേഞ്ച് ആണ് കിലോമീറ്റർ ഓടിയത്. റീപ്ലേസ്മെന്റ് കാണുന്നില്ല. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് കടക്കാം. അത്യാവശ്യം പ്രീമിയം ലക്ഷറി ഇൻറ്റീരിയർ ആണ്.
ഇത് നോക്കിയാൽ കാണാം. അത് കഴിഞ്ഞ് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആണ്. 4 ടയേഴ്സ് ഉണ്ട്. ഫുൾ കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി പക്കാ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. എല്ലാ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി കൂടിയാണ്. ഇതിന്റെ ടയേഴ്സ് ഒക്കെ നല്ല ഫുൾക്കട്ട ടയർ വിത്ത് അലോയി ഒക്കെ വരുന്നുണ്ട്. ടയേഴ്സിലൊക്കെ നോക്കിയാൽ കാണാൻ അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ബാക്ക് വൈപ്പറും കാര്യമൊക്കെ വരുന്ന കിയ സെൽറ്റോസ്. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ആസ്കിങ്? നമ്മൾ 14 ലാഖാണ് ഇവിടെ ചോദിക്കുന്ന റേറ്റ്. ഓക്കെ, ഏകദേശം എത്ര എമൗണ്ട് വരെ ലോൺ കയറും? 12 ലാഖ് വരെ റേഞ്ച് 12 വരെ അല്ലേ? 12 ലാഖ് വരെ ലോണ് കയറുന്ന വണ്ടിയും കൂടിയാണിത്. അത്യാവശ്യം ടയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഏത് ഫുള്ളും നല്ല ഫുൾക്കട്ട 90 അബോവ് ടയർ വരുന്നുണ്ട് വിത്ത് അലോയി. എന്തോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റിനോ കാര്യമൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഒന്നുമില്ല.